കഴിഞ്ഞ ദിവസം ആരോ ഡൽഹിയിൽ പോയി സഭാസമാധാനത്തെക്കുറിച്ച് സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രി അതിനോട് പറഞ്ഞത് നിങ്ങൾ ഭിന്നിച്ച് നിൽക്കരുത്, നിങ്ങൾ ഒന്നായി തീരണം, അതിനുള്ള മാർഗം അന്വേഷിക്കണമെന്നാണ്. മലങ്കര സഭ ഇതേ പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല. ഇവിടുത്തെ ഭരണാധികാരികളും എടുക്കുന്നതായ നിലപാട് പട്ടശ്ശേരി തിരുമേനി എടുത്ത നിലപാട് തന്നെയാണ്. അതിനുവേണ്ടി ആ മലങ്കര സഭ എന്നും നിലകൊള്ളുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ഭാഗം ഭാഗിച്ചു തരണമെന്നും അതിനുള്ളതായ ഓർഡർ ഉണ്ടാകണമെന്നും ഒക്കെ ആഗ്രഹിച്ചാണ് അവിടെ പോയതെന്നാണ് അറിയുന്നത്. പക്ഷെ അതിന് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു പാർട്ടിയും സമ്മതം മുഴുവെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അത് ഈ സഭയുടെ അസ്തിത്വത്തിനെതിരായുള്ള ഒരു നിലപാടാണെന്ന് അവർക്കറിയാം. സഭ ഒന്നായി തീരണമെന്നുള്ളത് രാജ്യത്തിൻ്റെ സമാധാനമാണ്. കുസ്തന്തീനോസ് രാജാവ് നിക്കായിലെ സുന്നഹദോസ് വിളിച്ചു കൂട്ടിയത് രണ്ട് വ്യത്യസ്തമായ ക്രിസ്തീയ വിശ്വാസ ശൈലികൾ മൂലമുള്ളതായ തർക്കം മാറ്റി അതൊന്നാകണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ്. അതുപോലെ ഇന്നത്തെ ഭരണാധികാരികളും അപ്രകാരമാണ് നിലപാട് ചെയ്യുന്നത്. ആ ഭരണാധികാരികളുടെ നിലപാട് തന്നെയാണ് നമ്മുടെയും നിലപാട്. അവരും സഭ ഒന്നായി നിൽക്കണം, സഭ ഭിന്നിക്കുവാനുള്ള ഓർഡറൊന്നും തരാൻ ഞങ്ങളെ കൊണ്ടൊക്കെയില്ല എന്നുള്ളതാണ് അവരുടെയും നിലപാട്. ഇത് സഭ ഇവിടെ പറയുന്നു. അതിന് ഡൽഹിയും അല്ലെങ്കിൽ മറ്റേ ലോകത്തിലെ മറ്റ് കേന്ദ്രങ്ങളോ അമേരിക്കയിലോ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. കേരളത്തിൽ അത് സാധിക്കും. സഭ ഒന്നാകാൻ മനസ്സുണ്ടാവണം. സഭയുടെ സ്വത്വം മനസ്സിലാക്കണം, സഭയുടെ സത്യം മനസ്സിലാക്കണം. മാർത്തോമാ ശ്ലീഹായിലുള്ള മലങ്കര സഭ ഒന്നായിരിക്കണമെന്നുള്ളത് മലങ്കര സഭ എന്നും പറയുന്നു, ഇന്നും പറയുന്നു. അതിന് ഈ രാജ്യത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ സന്തോഷത്തോടെ ഓർക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശബ്ദം അവരിൽ നിന്ന് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മലങ്കര സഭയ്ക്ക് ഒരു കാലഘട്ടത്തിന് മുമ്പ്, ഏതാണ്ട് 92 വർഷത്തിന് മുമ്പ് മലങ്കര സഭയ്ക്കൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി, സഭയുടെ ഐക്യത്തിന് വേണ്ടി പോരാടിയതായ ആ വട്ടശ്ശേരി തിരുമേനിയുടെ അതേ നിലപാട് ഇന്നും സഭ പുലർത്തുന്നു, രാജ്യത്തെ ഭരണാധികാരികളും പുലർത്തുന്നു എന്നുള്ളത് നമുക്കധികം സന്തോഷമുണ്ട്. അതാണ് മലങ്കര സഭയ്ക്ക് എന്നും അഭിമാനത്തോടെ ഓർക്കുവാനും സഭയ്ക്ക് യാതൊരു ആശങ്കയും കൂടാതെ ദൈവത്തിൻ്റെ കരുതലോടുകൂടെ തോമാശ്ലീഹായുടെ കാലം മുതൽ ഇന്ന് വരെ ഭീഷണികളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമല്ല രക്തസാക്ഷികളും ഉണ്ടായിട്ടുള്ളൊരു സഭയാണെങ്കിലും അതിലൊന്നും ഉസാതെ, അതിലൊന്നും നിരാശരാകാതെ ഈ സഭ ഒന്നാകുമെന്നുള്ള വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വട്ടശ്ശേരി തിരുമേനിയെ പോലെ നമുക്കും നിലനിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.